ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഷ്ടാനുഭവാഴ്ച എന്ന ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും വിശുദ്ധവും ആത്മപരിശോധനയ്ക്കുള്ളതുമായ പ്രധാന ഘട്ടത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 9 വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിന്റെ യെരൂശലേമിലേക്കുള്ള പ്രവേശനം ഒരു മഹത്തായ നിമിഷമായിരുന്നു. ജനങ്ങൾ വഴിയരികിൽ നിന്ന് ഈന്തപ്പന ഓലകൾ വീശി, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്നവർ ആർത്തു വിളിച്ചു. എന്നാൽ ഇതേ ജനക്കൂട്ടം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാറി ഹോശന്ന എന്ന് വിളിച്ചവർ തന്നെയാണ് അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചത്. ഈ ഹോശന്ന മുതൽ കുരിശ് വരെയുള്ള ഈ യാത്ര വളരെ ആഴമുള്ള ആത്മീയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. കുരിശ് ഒരു യാത്രയുടെ അവസാനമല്ല, മറിച്ച് ദൈവസ്നേഹത്തിന്റെ പരമാവധി പ്രകടനമാണ്. ഈ കഷ്ടാനുഭവ ആഴ്ച ധ്യാനിക്കാനായി 2 പ്രധാന ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുകയാണ്. കുരിശിലെ സ്നേഹം നമ്മൾ യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞവരാണ്. കർത്താവിനെ മനസ്സിലാക്കാൻ, അവന്റെ ഇഷ്ടം അറിയാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ മനുഷ്യകുലത്തോട് കാണിച്ച സ്നേഹവും കരുണയും അത് തന്നെയല്ലേ അവൻ നമ്മളിൽ നിന്നും തിരിച്ചു ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. 1 യോഹന്നാൻ 4:7 മുതൽ പറയുന്നത്, നാം അന്യോന്യം സ്നേഹിക്കണം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. അതെ, കുരിശിൽ ചീന്തപ്പെട്ട രക്തം അത് സ്നേഹത്തിന്റെ അടയാളമാണ്. അത് വെറും സ്നേഹമല്ല, ഉപാധികളില്ലാത്ത സ്നേഹമാണ്. നമ്മുടെ കർത്താവ് പാപം ചെയ്തിട്ടില്ല. പാപം എന്തെന്ന് പോലും അവൻ അറിയത്തില്ല. അവൻ പാപത്തെ അങ്ങേയറ്റം വെറുത്തു. പക്ഷേ നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ പാപങ്ങൾക്ക് വേണ്ടി അവൻ ബലിയാടായി, സ്വയം പാപപരിഹാരമായി മാറി. 2 കൊരിന്ത്യർ 5:21 പറയുന്നു, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൽ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി. അതെ, അവൻ ചെയ്യാത്ത കുറ്റത്തിന് അവൻ തന്നെ കുരിശിലേക്ക് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇതിന് എന്തുത്തരമാ പറയാൻ പറ്റുക? അത് സ്നേഹം എന്ന വാക്കല്ല. താൻ സ്നേഹിച്ച് കൂടെ കൂട്ടിയ ശിഷ്യർ ഒറ്റ കൊടുക്കുകയും അവർ കൂടെ ഉണ്ടാകുകയില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി അവരുടെ കാല് കഴുകി ഒപ്പം ഇരുന്ന് പെസഹ അപ്പം ഭക്ഷിച്ചു. ഗേത്സമന തോട്ടത്തിൽ മരണവേദന പോലെ അതിദുഃഖത്തിൽ ഇരിക്കുമ്പോഴും തനിക്ക് ഒപ്പം ഇരിക്കുവാനോ പ്രാർത്ഥിക്കുവാനോ അവൻ്റെ കൂടെ ആരും, ഒറ്റ സ്നേഹിതർ പോലും ഉണ്ടായിരുന്നില്ല. പിതാവായ ദൈവം പോലും കൂടെ ഇല്ല എന്ന് ഒരു നിമിഷം തോന്നിപ്പോകുന്ന സമയത്തും എല്ലാം കൊണ്ടും ഒറ്റപ്പെട്ട നിസ്സഹായമായ അവസ്ഥയിലും അവൻ പ്രാർത്ഥിച്ചത്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്നാണ്. പടയാളികൾ അവനെ പിടിച്ച് മുൾക്കിരീടം ചൂടിച്ച് നഗ്നനാക്കി ചാട്ടവാറ് കൊണ്ടടിച്ച് പ്രഹരമേൽക്കാത്ത ഒരു ഭാഗം പോലും അവൻ്റെ ശരീരത്തിലുണ്ടായിരുന്നില്ല. ഒരു തെരുവ് നായെ പോലെ അവനെ തല്ലി അവനെ അടിച്ച് ചിഹ്ന ഭിന്നമാക്കി. അവൻ്റെ മുഖത്ത് തുപ്പി. ഒരു മനുഷ്യത്വം അവനോട് കാണിച്ചില്ല. കണ്ണിൽ മുള്ളു താണ് ഇറങ്ങി കാഴ്ച നഷ്ടപ്പെട്ടു. കയ്യിലും കാലിലും ആണി തറച്ചു. ചോര വാർന്ന് അങ്ങേയറ്റം തളർന്നു വേദന കൊണ്ട് പൊളയുമ്പോഴും അവൻ പ്രാർത്ഥിച്ചത്, ഇവർ ചെയ്യുന്നത് എന്തെന്നിവർ അറിയാമെങ്കിൽ ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. എന്തിനായിരുന്നു ക്രിസ്തു താൻ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് ലോകം അതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇൻസൾട്ടിങ് ആയ ശിക്ഷയ്ക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുത്തത്? ഇതിനും ഒരു ഉത്തരമേ ഉള്ളൂ, സ്നേഹം. ഇതുപോലെ സ്നേഹിക്കാൻ, ഇത്രയും ക്ഷമിക്കാൻ നമുക്ക് വേറെ ആരുമില്ല. നമ്മൾ പലപ്പോഴും ഒറ്റപ്പെട്ടു, ചതിക്കപ്പെട്ടു, ആരുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് ഓർത്ത് നോക്കണം. അവൻ ബലിയായത് എനിക്ക് വേണ്ടിയാണ്, നമ്മളെല്ലാവർക്കും വേണ്ടിയാണ്. പിതാവ് സ്വന്തം മകനെ ബലിയായി നൽകി നമ്മൾ ഓരോരുത്തരുടെയും വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മുടെ വചനത്തിൽ പറയുന്നത്. പക്ഷേ ഈ സ്നേഹത്തെ നമ്മൾ ഓർക്കാറുണ്ടോ? ഈ സ്നേഹത്തിനായി നമ്മൾ ആഗ്രഹിക്കാറുണ്ടോ? മറിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും വളരെ മെക്കാനിക്കലായി മാറിപ്പോകാറില്ലേ? പെസഹായും ദുഃഖവെള്ളിയും ഈസ്റ്ററും എന്നും ഒരു ചടങ്ങായി മാത്രം കണ്ട് പങ്കെടുക്കാതെ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വേണം നമ്മൾ അവയിൽ പങ്കെടുക്കാൻ. ആവശ്യങ്ങൾ നടക്കാനുള്ള ഉപാധിയായി മാത്രം നമ്മൾ പ്രാർത്ഥനയെ കാണരുത്. നമ്മൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഏറ്റെടുത്ത ചാട്ടവാറടിയെ നമ്മൾ എപ്പോഴും മനസ്സിൽ ധ്യാനിക്കണം.
പിശാച് ഒരുക്കുന്ന കെണികൾ ആത്മീയമായ കണ്ണുകൾ കൊണ്ട് കണ്ട് തിരിച്ചറിഞ്ഞ് അവയിൽ നിന്ന് അകന്നു മാറുവാനുള്ള ദൈവകൃപയ്ക്കായി നമ്മൾ യാചിക്കണം. കർത്താവിലേക്ക് നോക്കാൻ, അവൻ്റെ ഒപ്പം ഇരിക്കാനുള്ള അവസരമായ പ്രാർത്ഥനയെ നമ്മൾ മാറ്റണം. മനസ്സ് നിറഞ്ഞ് എല്ലാ കൃപകൾക്കും നന്ദി അപ്പ എന്ന് പറയാൻ നമുക്ക് കഴിയണം. കുറ്റബോധത്താൽ അപ്പ എന്നോട് ക്ഷമിക്കണമേ, എന്നോട് പൊറുക്കണമേ എന്ന് പറയാൻ നമുക്ക് പറ്റണം. അങ്ങനെ നമ്മുടെ ഉള്ളിൽ വസിക്കാനുള്ള ഇടം നമുക്ക് കർത്താവിനായി ഒരുക്കണം. കഷ്ടാനുഭവിച്ച ഒരു ദുഃഖത്തിൻ്റെ കഥയല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ വിജയകഥയാണ്. കുരിശ് തോൽവിയുടെ അല്ല, മറിച്ച് മനുഷ്യരാശിക്കുള്ള ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവാണ്. 1 തെസ്സലോനിക്കർ 5:14 പറയുന്ന പോലെ, ബലഹീനർക്ക് താങ്ങാകുവാനും ദീർഘക്ഷമ കാണിപ്പാനും നന്മ ചെയ്യുവാനും ദൈവേഷ്ടം പ്രവർത്തിപ്പാനുമുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിച്ചു വരുന്നു. സ്വർഗീയ പിതാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാണ്.